ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കാർബറിൻ്റെ വാക്കൺ പിസ്റ്റൺ എങ്ങനെ ചേഞ്ച് ചെയ്യാനാണ്, റീപ്ലേസ് ചെയ്യാനാണ്. ഈ ഒരു വാക്കൺ പിസ്റ്റൺ ഫുള്ള് പോയതാണ്. ഇത് നമുക്ക് അയച്ച് എങ്ങനെ നമുക്ക് വാക്കൺ പിസ്റ്റൺ മാത്രം കാർബറിൽ മാറ്റാനാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, വീഡിയോയിൽ പോകാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർബറേറ്റർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ 2 സ്ക്രൂ ഉണ്ടാകുന്നുണ്ടല്ലേ, കാർബറിൻ്റെ ടോപ്പിൽ. അതാണ് വാക്വം പിസ്റ്റൻ്റെ 2 സ്ക്രൂ വരിക. അത് മാത്രം നമ്മൾ അയച്ചാൽ മതി. ഇത് BS4ൻ്റെ കാർബറേറ്ററാണ്, ഗ്ലാമർ. അതുകൊണ്ട് ആ 2 സ്ക്രൂ ഇങ്ങോട്ട് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർ ഉപയോഗിച്ച് ലൂസാക്കി എടുത്താൽ ഒരു കപ്പും കൂടി പൊന്തിച്ച് അതിൻ്റെ ഉള്ളിലാണ് ഒരു സ്പ്രിങ്ങും വരും. പിന്നെ വാക്വം പിസ്റ്റൺ അതിൻ്റെ ഉള്ളിലാണ് വരിക. സ്പ്രിങ് അത് ടൈറ്റാക്കി താന്നും പൊന്തി കളിക്കാനല്ലേ ഇത് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വാക്വം പിസ്റ്റൺ എന്ന് പറഞ്ഞൊരു ഇതാണ്, ഒരു സംഭവത്തിനാണ് വാക്വം പിസ്റ്റൺ പറഞ്ഞത്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചാൽ നമ്മളെ വലിയ ഉണ്ടാവില്ല, വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരിക്കും. പിന്നെ ഏത് നേരവും വണ്ടി സ്റ്റാർട്ടാകാൻ പണിയായിരിക്കും, സ്റ്റക്കായി പോകും, മൈലേജ് കമ്മിയായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. തോനെ ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് വെച്ചാൽ നമ്മളെ പൾസറിൽ വരലുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാക്വം പിസ്റ്റൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹീറോൻ്റെ വാക്വം പിസ്റ്റൺ ഒറിജിനൽ വാങ്ങിയ 442 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അത് എല്ലാത്തിനും പൾസറിന് പിന്നെ യൂണിക്കോണിനൊക്കെയാണ് കൂടുതൽ ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടുവരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാക്വം പിസ്റ്റണിൽ നമ്മൾ വരികയെന്ന് വെച്ചാൽ സ്പ്രിങ്ങും ഇതൊന്നും വരില്ല. നമ്മൾ പൾസർ കിറ്റിലൊക്കെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ വാക്വം പിസ്റ്റണിൻ്റെ ഈ ഒരു റബ്ബർ കണ്ടാവും, മുകളിലെ കോട്ടിങ്ങും ഇതും മാത്രമേ വരൂ കേട്ടോ. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാനാണ് നമുക്ക് ആ പഴയ പിന്നിലേക്ക് റീസെറ്റ് എങ്ങനെ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർ ഉണ്ടാവും. ഇതാണ് പഴയ നമ്മളെ വാക്വം പിസ്റ്റൺ. ഇത് കംപ്ലീറ്റ് കണ്ടല്ലോ, ഒരഞ്ഞ് തീർന്നിരിക്കുക. ആ ഒരയില്ല സ്ഥലത്ത് കാർബറേറ്ററിൽ എത്തുമ്പോൾ സ്റ്റക്കായി പോവുകയാണ് ചെയ്യുക. അതിനാണ് കാർബറേറ്ററിൽ ഈ ഒരു മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്, പുള്ളിങ് കുറയും. ഒക്കെ ഈ ഒരു കാരണത്തോണ്ടാണ് വരിക. അപ്പോൾ നിങ്ങളെ വണ്ടിക്ക് അങ്ങനത്തെ കംപ്ലയിൻറ്റ് ഇതൊന്ന് അയച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഷോപ്പ് കാട്ടിയിട്ട്. നമുക്ക് ആ ഒരു വാക്വം പിസ്റ്റൺ മാറ്റണം. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാറിൻ്റെ ഒരു നിബിൾ ഉണ്ടാവും. അങ്ങോട്ട് തിരിച്ചാകുമ്പോൾ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു സ്പ്രിങ്ങും ഉണ്ടാവും. ആ ഒരു 3 നോവ ഉണ്ടാവും. ഒരു സ്ലൈഡിൻ്റെ ആയിട്ട് നിങ്ങളല്ലേ ഒരു പിന്നും ഉണ്ടാവും. പിന്നെ ലോക്ക് ചെയ്യാൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്പ്രിങ്ങും അതും ഉണ്ടാവും. നമ്മൾ ആ പുതിയ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലേ, അതിൻ്റെ ഒരു ഉള്ളിൽ കൂടെ ഒരു ഹോൾസ് ഉണ്ടാവും. ഹോൾസിൽ നേരിട്ടായിട്ട് ഇറക്കിയാൽ മതി. നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നത്, പൾസറിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ 2 സ്റ്റാർ സ്ക്രൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരെ ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ നേരെ ഇറക്കി കൊടുക്കുന്നതിന് ശേഷം നമ്മൾ ആ ഊരിയ ഒരു സ്പ്രിങ്ങും ചെറിയൊരു കണ്ടോ ആ നോവും ഉണ്ട്. കണ്ടോ, ചെറിയ സ്പ്രിങ്ങും ആ നോവും അതിൽ ടൈറ്റാക്കി ഇടുമ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്തിട്ട് ഉള്ളോട്ട് നേരിട്ടായിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഒന്ന് വലത്തോട്ട് തിരിച്ചാൽ അവിടെ ലോക്കായി നിൽക്കും ഞെട്ട്. നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ കൊണ്ടാണ്. നേരെ ഇറക്കിയിട്ടൊന്ന് വലത്തോട്ട് കഴിഞ്ഞാൽ നമ്മളെ ലോക്കായി നിൽക്കും. ലോക്കിങ് ഞെട്ടാ വരും. കണ്ടോ, അങ്ങോട്ട് ലോക്കായി, ഇങ്ങോട്ട് തിരിച്ചാൽ ലോക്കായി. ഇത്രയും സിമ്പിളാണ് നമുക്കൊരു വാക്വം പിസ്റ്റൺ മാറ്റാൻ. കണ്ടോ, അതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടി വെച്ചാൽ വാക്വം പിസ്റ്റണിൻ്റെ മുകളിലൊരു കട്ടിങ് ഉണ്ടാവും. ഈ റബ്ബർമേലും ഒരു കട്ടിങ് ഉണ്ടാവും. ആ ഒരു കട്ടിങ്ങും ഉണ്ടോ, ആ ഒരു പുതിയ വാക്വം പിസ്റ്റണിൻ്റെ കട്ടിങ്ങില്ലേ, ആ രണ്ടും ലെവലാക്കി വെക്കണേ. അല്ലാണ്ടൊന്നും ഓരങ്ങി തിരിച്ച് വെക്കുക. ഇത് അതിൽ ലെവലായി ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ച ആ ഒരു സ്ക്രൂ അതിൽ നേരിട്ട് ഇറക്കി കൊടുക്കുക. നമ്മളൊരു ഈ വീഡിയോയിൽ വാക്വം പിസ്റ്റൺ മാത്രമാണ് കാണിക്കുന്നത്. വാക്വം പിസ്റ്റണിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ ഇതൊക്കെ വരും. നമ്മൾ കാർബറേറ്റർ അയച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇത്രയും കംപ്ലയിൻറ്റ് വരുന്നത്. മിസ്സിങ്, മൈലേജ്, പുള്ളിങ് കംപ്ലയിൻറ്റ്, തീരെ വലിയ ഉണ്ടാവില്ല വണ്ടിക്ക്, അതൊക്കെ ഇതിനെ കൊണ്ടാണ് വരിക. അതുകൊണ്ട് നിങ്ങളെ വണ്ടി ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാം. അതിന് ശേഷം നമുക്കൊരു സ്പ്രിങ് ഉണ്ടാവും. ആ സ്പ്രിങ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ആ ഒരു ടോപ്പ് നമ്മൾ ആ ഹോൾസ് നോക്കിയിട്ട് കണ്ടോ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത അതേ സെയിം ഹോൾസിലാണോ നോക്കുക. അങ്ങോട്ട് തിരിഞ്ഞു പോകാണ്ട് റെഡി ഫിറ്റിങ്ങിലിട്ടിട്ട് അതേപോലെ ആ ഒരു സ്റ്റാർ നമ്മൾ അയച്ച 2 സ്റ്റാർ സ്ക്രൂ നേരെ ടൈറ്റായി കൊടുക്കുക. ടൈറ്റായി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നല്ല സ്മൂത്തിങ് ആക്കി ഈ ഒരു വാക്വം പിസ്റ്റൺ മാറ്റാൻ. കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് വെച്ചാൽ യൂണിക്കോണ്, പൾസറിലാണ് 150, 180, 220 ഒക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ വണ്ടി മിസ്സിങ്ങോ കംപ്ലയിൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ എത്ര കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. ഈ സാധനം കണ്ടില്ലേ, ഈ വാക്വം പിസ്റ്റൺ അത്രയും ഫ്രീ ആയിട്ട് പമ്പ് ചെയ്ത് കളിക്കണം. എന്നാലും നമ്മളെ പെട്രോളൊക്കെ സിമ്പിളായിട്ട് പമ്പിങ് നടക്കും. അതുകൊണ്ടാണ് നമ്മളെ ഗാരേജിൽ വന്നുകൊണ്ടാണ് നമ്മളിത് കാണിച്ചിരുന്നത്. എന്നിട്ട് ചോക്കിൻ്റെ കേബിളൊക്കെ കുടുക്കി നമ്മൾ വണ്ടിമേൽ ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് കാർബറേറ്ററിന് ഫുൾ അയച്ച് ക്ലീൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിന് ഇത് അയച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കംപ്ലയിൻ്റ് ആണെന്ന് ഓടിച്ച് നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ അയച്ചിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ കാർബറേറ്ററും കൂടി ചെയ്യുകയാണെങ്കിൽ സുഖമാണ്. അതിൽ കുറച്ചുകൂടി പൈസ കൂടുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് എന്തായാലും മെക്കാനിക്കിനെ കൊടുക്കുമ്പോൾ അവരെന്തായാലും ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. ടൈറ്റാക്കിയ ശേഷം ഞാൻ ജസ്റ്റ്
ഇതാക്കി തരാം. ആ 10ൻ്റെ 2 ബോൾട്ടാണ് വരിക. ആ 10ൻ്റെ ബോൾട്ട് ടൈറ്റായി കൊടുക്കുക. പിന്നെ നമ്മൾ അയക്കുമ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ അയക്കുകയാണെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക, എവിടെയാണ് ബോൾട്ട് വരിക, എയറിൻ്റെ പൈപ്പൊക്കെ നോക്കുക. ആ നമ്മൾ സ്ലൈഡാണ് ആസറ്റിൻ്റെ ആ ഒരു സ്ലൈഡിൻ്റെ സ്ക്രൂ ആണ് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നല്ലോണം അറിയാം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഒരു മെക്കാനിക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നോക്കി വെച്ചാൽ നമ്മൾ പിന്നെ നോക്കി തിരിച്ച് ഫിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അതിനെക്കൊണ്ടാണ് അതിൻ്റെ ആസറ്റൊക്കെ റെഡിയായി. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ഞാൻ കാണിച്ചു തരാം. ചാവി ഓണാക്കിയിട്ട് നമ്മൾ സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ടായിന്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.